ചെമ്മനീർ പോയിന്റ് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. ശ്രുതി എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദാസ് എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. അയാൾ 1,00,000 രൂപയൊക്കെ ശ്രുതി എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത്? അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാണ് നിനക്ക് കാശ് തരുന്നത്? അതെന്തിനാണെന്ന് നിനക്കറിയില്ലേ? ശ്രുതി എന്ന് പറയുന്ന കള്ളപ്പേരിലല്ലേ ഇവൾ ആ വീട്ടിൽ താമസിക്കുന്നത്. ഇവളുടെ ഭർത്താവിന് ഒരു കാര്യങ്ങളും അറിയത്തില്ലല്ലോ. ഇവളുടെ പേര് കല്യാണി എന്നാണെന്നും ഇവൾക്ക് മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ഒരു കുട്ടിയുണ്ടെന്ന കാര്യമൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവൾ എനിക്ക് കാശ് തരേണ്ടതെന്ന് പറയാണ്. അപ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നാളെ നിൻ്റെ ബ്യൂട്ടി പാർലറിൽ വരും, എനിക്ക് എന്തായാലും 1,00,000 രൂപ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദാസ് അവിടുന്ന് ശ്രുതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ശ്രുതി, നിനക്ക് ഓരോ ദിവസം ഓരോ വള്ളികളായിട്ടാണല്ലോ വരുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടി? ഇനിയിപ്പോൾ എൻ്റെ പാസ്റ്റ് എല്ലാവരും അറിഞ്ഞാൽ തന്നെ ശ്രുതി എൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഞാൻ അവനെ മാറ്റിയെടുക്കും. എന്തായാലും ഈ ദാസിന് എന്തായാലും 1,00,000 രൂപ എടുത്ത് ഒതുക്കി എന്തായാലും നിർത്തിയേ പറ്റുള്ളൂ. എന്തായാലും ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ, ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി വരുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, നമുക്ക് പൈസയൊക്കെ ഇതിനകത്തങ്ങ് ഇൻവെസ്റ്റ് ചെയ്താലോ, കൊടുക്കുന്ന പൈസയുടെ ഇരട്ടിയായിരിക്കും കിട്ടുന്നത്. എൻ്റെ ശ്രുതി, നിനക്ക് ഇതിനെ പറ്റിയിട്ട് വല്ലതും അറിയോ? അറിയത്തില്ല, പക്ഷെ നമ്മൾ ചെയ്താലല്ലേ പഠിക്കത്തുള്ളൂ. ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് ഓരോരുത്തർ പാപ്പരാവുന്നത്. അതുകൊണ്ട് അറിയാത്ത പണിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ടത്, നല്ലപോലെ ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഈ പൈസയൊക്കെ അങ്ങ് പലിശയ്ക്ക് കൊടുത്താലോ, അതാകുമ്പോൾ പലിശ കിട്ടുമല്ലോ. അന്നേരം നമ്മൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് ശ്രുതിയുടെ പറയുന്നുണ്ട്, ശ്രുതി, പലിശയ്ക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടണം, എന്നാലേ നമുക്ക് വിശ്വസിച്ച് കാശൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ശ്രുതിക്ക് ഞാൻ തന്നെ ആദ്യത്തെ കസ്റ്റമർ ആവാം. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ശ്രുതിക്ക് 2% പലിശ വെച്ചിട്ടൊക്കെ തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നീ എനിക്ക് 1,00,000 രൂപ താ, ഞാനാണെന്നുണ്ടെങ്കിൽ 2% പലിശ നിനക്ക് തരാം. അല്ല ശ്രുതി, നിനക്കെന്തിനാ ഇപ്പോൾ പൈസ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, കാരണം എൻ്റെ പൈസ നിൻ്റെയും പൈസയാണ്, പക്ഷേ എന്താ നിനക്കിപ്പോൾ ആവശ്യം എന്നുള്ളത് കാര്യം ഞാൻ ചോദിച്ചതാണ്. അത് ശ്രുതി, നിനക്കറിയാലോ, എനിക്ക് വണ്ടിയുടെ ലോണ്, പിന്നെ കുറച്ച് EMI, ബാങ്കിലൊരു ലോണൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ അടച്ച് തീർക്കണ്ടേ? പിന്നെ ഞാനെന്തിനാ വെറുതെ ബാങ്കുകാർക്ക് പലിശ കൊടുക്കുന്നത്? ആ പലിശ അങ്ങ് എൻ്റെ ഭർത്താവിന് തന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ നമ്മുടെ ശ്രുതി അടിച്ചു മാറ്റുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ 2,000 രൂപ പലിശയും കൊടുക്കുന്നുണ്ട്. ആ മണ്ടനായ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1,00,000 രൂപ അയച്ചു കൊടുത്തു. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, നീ എന്തായാലും ഭയങ്കരയാണ് കേട്ടോ, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എന്ത് ചെയ്യും വെറുതെ ഇങ്ങനെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തായാലും നീ എനിക്കിപ്പോൾ 2,000 രൂപയും തന്ന് എനിക്ക് ലാഭമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മളുടെ സച്ചിനെയാണ്. സച്ചിൻ കൂട്ടുകാരും എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏട്ടന് കാശൊക്കെ കിട്ടിയില്ലേ, ഇനി അവൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്? ആർക്കറിയാം അവൻ എന്താ തുടങ്ങാൻ പോകുന്നതെന്നുള്ളത്. 25,00,000 രൂപ ആദ്യം പറഞ്ഞു അച്ഛൻ അയച്ചു കൊടുത്തെന്ന്, പിന്നെ പറഞ്ഞു ഇളയച്ചൻ അയച്ചു കൊടുത്തെന്ന്. എന്തായാലും അതിനകത്ത് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ രേവതി പറഞ്ഞാണെങ്കിൽ അത് അവരുടെ കാശ്, നീ അവരെ അങ്ങ് വിട്ടേരെ, അവരെന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോട്ടെ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ഒരു സ്വാമി വരുന്നത്, ഈ കൈ നോക്കിയിട്ട് ലക്ഷണം പറയുന്ന ആളെ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് സച്ചിയുടെ കൈയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു മഹാരാജാവാണ്, നിങ്ങൾക്ക് ദേവതയെ പോലെ ഒരു ഭാര്യേനെയാണ് കിട്ടിയിരിക്കുന്നത്, അവർ കൂടെ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്നും നല്ല കാലമായിരിക്കും, പിന്നെ നീ ആഗ്രഹിക്കുന്നതെല്ലാം നിൻ്റെ കയ്യിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ നാക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം, അതുകൊണ്ട് നീ സംസാരിക്കുമ്പോൾ നാവൊന്ന് നിയന്ത്രിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയുള്ള 2-3 ദിവസം നിനക്ക് കുറച്ച് നല്ല കാലമല്ല, എന്തൊക്കെയോ ചീത്ത കാര്യങ്ങളൊക്കെ വരാനായിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നാട്ടുകാരെല്ലാം പരിഹസിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിനക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ സ്വാമിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ നേരെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ പനിയായിട്ട് ഇങ്ങനെ പൂവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇവള് പറഞ്ഞല്ലോ അമ്മയ്ക്ക് പനിയാണെന്നുള്ളത്. അതേ ചേച്ചി, ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്, പക്ഷേ അമ്മയാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ വന്നിരുന്ന് പൂവിട്ടുകയാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത് മോളെ, ഇന്ന് കുറേ കല്യാണത്തിൻ്റെ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വന്ന് പൂവിട്ടുന്നത്. അതിനെന്താ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൂടെ? ഞാൻ അമ്മേനെ സഹായിക്കില്ല, ഞാൻ ഈ പൂക്കളെല്ലാം കെട്ടിക്കൊണ്ട് കൊടുക്കില്ല എല്ലായിടത്തും. അത് മോളെ, നിന്നെ വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? നിന്നെ വിളിച്ചാൽ നിൻ്റെ അമ്മായിമ്മ നിന്നെ വഴക്ക് പറയില്ലേ? അതിപ്പോൾ അമ്മ വിളിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ നിന്നും എനിക്ക് വഴക്ക് കേൾക്കുന്നതല്ലേ, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച്
കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് നിർബന്ധിച്ചിട്ട്. ആ സമയത്താണ് നമ്മളുടെ രേവതിയുടെ അനിയൻ ആൻ്റണിക്കൊപ്പം വരുന്നത് രേവതി കാണുന്നത്. അത് കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് രേവതി എടാ ആൻ്റണി അവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് പോയിട്ട് ആൻ്റണിയുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. നിന്നോട് ഞാൻ പറയേണ്ട രീതിയിൽ പലതവണ പറഞ്ഞതല്ലേ എൻ്റെ അനിയൻ്റെ കൂടെ ഇങ്ങനെ നടക്കരുത് എന്നുള്ളത്, നീയല്ലേ ഇവനെ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ശരത്തിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, എടാ ശരത്തെ നിനക്കെന്താ ബുദ്ധിയില്ലേ, ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ, നീ കോളേജിലൊക്കെ പോയി പഠിച്ച് നല്ല നിലയിലാവുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്, എന്നിട്ട് നീ ഇവനോട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ? അപ്പോൾ രേവതിയുടെ അമ്മയും ചോദിക്കുന്നുണ്ട്, അതെ നീ രാവിലെ കോളേജിൽ പോകുമെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോയത്, എന്നിട്ട് ഇവനോട് കറങ്ങി നടക്കുക അല്ലേ, നീ കോളേജിലൊന്നും പോവാറില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എടാ ഈ കള്ളുൻ്റെ കൂടാണോ നീ കറങ്ങി നടക്കുന്നത്, നാട്ടുകാരുടെ നിന്നെല്ലാം പലിശയും മേടിച്ച് കള്ളും കുടിച്ച് നടക്കുകയാണ് ഇവനോട് തന്നെ നിനക്ക് കൂട്ടുകൂടി നടക്കണം അല്ലേ, നമ്മുടെ അമ്മയ്ക്ക് പനിയായിട്ട് പോലും അമ്മ ഈ വന്നിരുന്ന് പൂ കെട്ടുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തുന്നത് സ്വപ്നം കണ്ടിട്ട് അമ്മ ഇതെല്ലാം ചെയ്യുന്നത്, നീ കുടുംബത്തെ പറ്റിയിട്ടോ കുടുംബത്തിൻ്റെ പ്രാരാബ്ധത്തെ പറ്റിയിട്ടോ ഒന്നും ഓർക്കുന്നില്ലല്ലോ ശരത്തെ, നീ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ്. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഇവനെ ഒന്നും ചെയ്യുന്നില്ല, ഇവനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യുന്നില്ല, ഇവൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്, പിന്നെ കള്ളുകൂടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങളുടെ ഭർത്താവും കള്ളുകൂടിയെന്നല്ലേ, നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിച്ച് ബോധമില്ലാതല്ലേ ഇവൻ്റെ കൈയൊക്കെ തല്ലി ഒടിച്ചത്, ഞാനിവനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇവന് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ രേവതി പറയുന്നുണ്ട്, നീ സച്ചേട്ടനെ പറ്റി മിണ്ടി പോകരുത്, അദ്ദേഹം രത്നമാണ് രത്നം, നീ അദ്ദേഹത്തെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്, അദ്ദേഹത്തെ പോലാണോ നീയല്ലേ കള്ളുകൂടിയ, നീയാണ് ഇവനെ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണിയുടെ അടുത്ത് ഇങ്ങനെ ചൂടായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.